പ്രതിഭാഗം നല്ലൊരു രാഷ്ട്രീയം തന്നെയാണ്. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഉരുൾപൊട്ടലും നമ്മുടെ മലവെള്ളപ്പാച്ചിലും ഒക്കെ സംഭവിക്കുന്ന ഈ മലയിടിച്ചിലും ഒക്കെ അതായത് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കൊരു ആഗ്രഹമുണ്ട്, ഏത് സബ്ജക്റ്റ് പറയുമ്പോഴേലും പൊളിറ്റിക്സിനാണ്. പൊളിറ്റിക്സിനെ ഉദ്ദേശിച്ചത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP അല്ല. പ്രകൃതിയിലെ ഏത് സിനിമയ്ക്ക് ഒരു പൊളിറ്റിക്സ്. ഇപ്പോൾ തമിഴിലൊക്കെ അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അവരൊരു മണ്ണായിരിക്കാം, വെള്ളമായിരിക്കാം എന്ന് പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്സ് വേണം സിനിമയ്ക്ക്. അത് നമ്മൾ എന്നാൽ അതിനു വേണ്ടി മാത്രമാവരുത്, ആ സിനിമയിൽ അത് ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ എല്ലാ സിനിമയിലും ഞാനത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുമുണ്ട്. അത് ഈ സിനിമയിൽ ഉൾപ്പെടുത്തി. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇനിയുണ്ടാവുന്ന സിനിമകളിലും അത്തരം പൊളിറ്റിക്സ്, പരിസ്ഥിതിയുണ്ട്, സ്ത്രീകളെ യൂട്ടിലൈസ് ചെയ്യുന്നതുണ്ട്, മണ്ണ് പെണ്ണ്, ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സബ്ജക്റ്റുകളാണ്. ആർക്ക് വേണമെങ്കിൽ എപ്പോഴും ചൂഷണം ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയാണ്. അതൊക്കെ നമ്മളതിൽ വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ടായെന്ന് വിശ്വസിക്കുന്നു. അതാണ് ആഗ്രഹം, അതാണ് തീർച്ചയായിട്ടും അതാണ് ആഗ്രഹം. ദൈവം അതിനുള്ള അവസരം തരട്ടെ. നമ്മളൊരു വിശ്വാസി ആയതുകൊണ്ട് ദൈവം അതിനുള്ള അവസരം തരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതെ. അല്ല, നടനാവാൻ വേണ്ടി വന്നിട്ട് റൈറ്ററായ ആളാണ് ഞാൻ. കാരണം ഇപ്പോൾ ഇതിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. സന്തോഷം ചന്തു എന്ന് പറയുന്നൊരു ക്യാരക്ടർ, അതും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗുരുസാറിൻ്റെ കൂടെ ത്രൂ ഔട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അത് വലിയ സന്തോഷം. അപ്പോൾ ഇനിയും അതിൻ്റെ രചനയിൽ നിന്ന് മാറി ഈ ഒരു ഇങ്ങനൊരു സബ്ജക്റ്റിലേക്ക് മാറി. രണ്ട് വിഭിന്നമായ എഴുത്താണ്. എന്തും എഴുതണം എന്നാണ് ആഗ്രഹം. എന്തും എഴുതണം. കാരണം നമ്മൾ ആ സബ്ജക്റ്റ് എന്താണ് വേണ്ടി അത് എഴുതുക, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനിയും വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ നമുക്ക് വരട്ടെ, ആളുകൾ തരട്ടെ. അപ്പോൾ ചെയ്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ കാണുന്നവർ ഡയറക്ടേഴ്സൊക്കെ തരട്ടെ. താങ്ക് യു.